നമസ്കാരം. UDF സർക്കാർ അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. മുഖ്യമന്ത്രി ആരാണെന്ന് ഡൽഹിയിൽ ഹൈക്കമാൻഡിൻ്റെ അന്തിമ തീരുമാനമുണ്ടായാൽ ഒരുപക്ഷെ ശനിയാഴ്ച വൈകിട്ട് പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു ദിവസം വൈകി ഞായറാഴ്ച. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ആരെന്നുള്ള ആ സുപ്രധാന തീരുമാനം പോകില്ല എന്നുറപ്പാണ്. എന്തായാലും കേരളത്തിൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒരു UDF സർക്കാർ അധികാരമേൽക്കണം എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, സുഗമമായി 5 വർഷം മുന്നോട്ട് പോകുകയും വേണം. സർക്കാരിൻ്റെ സുസ്ഥിരതയും സുഗമമായ സർക്കാരിൻ്റെ 5 വർഷം വരെയുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളും ഇതുതന്നെയാണ് മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുമ്പോഴും ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഏക ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ലക്ഷ്യം. കാരണം മുഖ്യമന്ത്രി കരുത്തനായിരിക്കണം, സുസ്ഥിരനായിരിക്കണം, അചഞ്ചലനായിരിക്കണം, ഏതാണ്ടൊക്കെ പിണറായി വിജയനെ പോലെ. പക്ഷേ സ്വഭാവത്തിൽ ജനകീയനായിരിക്കണം. പിണറായി ജനകീയ വിരുദ്ധനാണെന്ന് വ്യക്തമാക്കിയത് കൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്വഭാവം കൈക്കൊള്ളേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ആരാണ് ഹൈക്കമാൻഡിൻ്റെ ഈ എല്ലാ നോംസും പാലിക്കാൻ യോഗ്യനെന്ന് ജനങ്ങൾ കരുതുന്ന ആ മൂവരിൽ ഒരാൾ? സംശയിക്കേണ്ട അത് KC വേണുഗോപാൽ തന്നെയാണ്. കാരണം KC വേണുഗോപാൽ ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവാണ്. ചെന്നിത്തല KCയേക്കാൾ സീനിയറാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നത് മറ്റൊരു കാര്യം. സീനിയോറിറ്റിയിൽ ഒരു കാര്യവുമില്ലെന്ന് പലതവണ കോൺഗ്രസ് രാഷ്ട്രീയം നമ്മെ പഠിപ്പിച്ചു തന്നതാണ്. AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ MP. ആലപ്പുഴയിൽ നിന്നും ഇതാ ഉജ്ജ്വല വിജയത്തിൽ മത്സരിച്ച് 2024 ലോക്സഭയിലേക്ക് എത്തിയതാണ്, രാജ്യസഭയിലേക്ക് കെട്ടിയിറക്കിയതല്ല. പിന്നെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വളരെ അടുത്ത അനുയായിയല്ല, വിശ്വസ്തനാണ് KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധി എന്ത് മനസ്സിൽ കാണുന്നോ അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവ് ഇപ്പോൾ KC വേണുഗോപാലിനുണ്ട്. പല സംസ്ഥാനങ്ങളിൽ, നമ്മുടെ ഏറ്റവും ഒടുവിൽ തെലുങ്കാന, പിന്നീട് തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുന്നു. അവിടെ 5 കോൺഗ്രസ് MLAമാരെ ഏറെക്കാലമായി തങ്ങൾ തുടരുന്ന അവർ ജയിച്ച DMK സഖ്യത്തിൽ നിന്നും അടർത്തി മാറ്റി നടൻ വിജയുടെ കക്ഷിയിലേക്ക് അവരെ പിന്തുണ നൽകിക്കുന്നു. എന്താണ് അതിന് കാരണം? BJP ഒരിക്കലും തമിഴ്നാട് അധികാരത്തിൽ വരരുത്, അതിനുവേണ്ടി എന്ത് ത്യാഗത്തിനും കോൺഗ്രസ് തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ചരടുമെല്ലാം വലിച്ചത് KC വേണുഗോപാൽ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ കാര്യം നോക്കുമ്പോൾ VD സതീശൻ താരതമ്യേന രാഷ്ട്രീയത്തിൽ ഒരല്പം ജൂനിയറാണ്. മന്ത്രിസഭയിൽ ചെറുപ്പക്കാർ മാത്രമല്ല വരുന്നത്, മുതിർന്ന കോൺഗ്രസ് MLAമാർ, തിരുവഞ്ചൂരടക്കം സണ്ണി ജോസഫ് അടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും മന്ത്രിസഭയിൽ കൃത്യമായിട്ടും ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകണം, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ കെട്ടുറപ്പ് തന്നെ അവതാളത്തിലാകും. അതുമാത്രമല്ല, ഘടകകക്ഷി മന്ത്രിമാർ ഷിബു ബേബി ജോൺ, ലീഗിൻ്റെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ച PK കുഞ്ഞാലിക്കുട്ടി, അതടക്കമുള്ള ലീഗ് MLAമാർ, ഒപ്പമുള്ള മറ്റ് CP ജോൺ, അദ്ദേഹം സൈദ്ധാന്തികനായ CMPയുടെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ ആ നേതൃപാടവത്തെയും ഒരിക്കലും കുറച്ച് കാണാനാകില്ല. ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലെ ഒരു വിഷയം, ഇവരെയൊക്കെ ഘടകകക്ഷി മന്ത്രിമാരെ അടക്കം ഘടകകക്ഷികളെ അടക്കം നിയന്ത്രിച്ച് നിർത്താൻ, ചൊൽപ്പടിയിൽ നിർത്താൻ കഴിവുള്ളൊരു മുഖ്യമന്ത്രി വേണം കേരളത്തിലേക്ക്. രമേശ് ചെന്നിത്തലയ്ക്ക് ആ കഴിവ് ഇല്ല എന്നല്ല, പക്ഷേ രമേശ് ചെന്നിത്തലയേക്കാൾ ആ കഴിവ് കൂടുതലുള്ളത് KC വേണുഗോപാൽ MPക്ക് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കണ്ണൂരുകാരനാണ് KC വേണുഗോപാൽ. കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ വന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയതാണ്. പിന്നെ ഹൈക്കമാൻഡിൻ്റെ AICCയുടെ എല്ലാ അണുകിട മാറാതെയുള്ള ഓരോ വിഷയങ്ങളിലുമൊക്കെ ശക്തമായ നിലപാടുകൾ, തീരുമാനങ്ങൾ രാഹുൽ ഗാന്ധിയും BJP കേന്ദ്ര സർക്കാരും തമ്മിൽ എവിടെയൊക്കെ ഉടക്കി നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ രാഹുലിനൊപ്പം ശക്തമായൊരു അനുയായിയായി കൂടുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. ഒപ്പം കേരളത്തിലെ മറ്റ് MPമാരുമുണ്ട്, അടൂർ പ്രകാശ് അടക്കം MPമാരുണ്ട്, കൊടുക്കുന്നത് സുരേഷുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ വിശ്വസിക്കാവുന്ന ഒരു ദേശീയ രാഷ്ട്രീയ നേതാവാണ് KC വേണുഗോപാൽ. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഭരണപാടവം ഇല്ല എന്നല്ല. ഒന്നാം പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവായിരുന്നു, അതിനു മുമ്പ് ആഭ്യന്തര മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ
അതിനേക്കാൾ എത്രയോ ഉയരെയാണ് കെ സി വേണുഗോപാൽ എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നിലപാട്. അതുമാത്രമല്ല, ടെക്നിക്കലായി നോക്കുകയാണെങ്കിൽ 63-ൽ 43 MLA-മാരുടെ കോൺഗ്രസ് MLA-മാരുടെ പിന്തുണയും കെ സി വേണുഗോപാലിനുണ്ട്. അത് AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമൊക്കെ ഇവിടെ കേരളത്തിൽ വന്ന് ഇന്ദിരാഭവനിൽ വന്നിരുന്ന് അത് നേരിട്ട് ഈ 43 MLA-മാരോടും സംസാരിച്ച് ബോധ്യപ്പെട്ട് തിരികെ പോയതാണ്. അപ്പോൾ എന്താണ് കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരുടെ ആവശ്യം? എന്താണോ നിരീക്ഷകർ കേരളത്തിൽ ഒബ്സർവ് ചെയ്തത് അത് കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഘടക കക്ഷികളെ വച്ച് സമ്മർദ്ദ രാഷ്ട്രീയം കളിക്കാനുള്ള രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും ആ നീക്കങ്ങൾ അതൊട്ടും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അത് പല തവണയും കോൺഗ്രസിനെ UDF-നെ ദുർബലമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരും തീരുമാനിക്കാനുള്ള അവകാശം, പ്രൊറഗേറ്റീവ്, അത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാകണമെന്ന് വ്യക്തമായ സന്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം മുമ്പ് 95-ൽ K കരുണാകരനെ താഴെയിറക്കിയതാരാണ്? അന്ന് NDP മാത്രമാണ് കരുണാകരനൊപ്പം ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും കരുണാകരൻ ഒഴിയണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെയാണ് AK ആന്റണി. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചൊരു വിവാദ പരാമർശത്തിൽ AK ആന്റണി മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ കടുത്ത അതൃപ്തിക്ക് പാത്രമായിരുന്നു. അപ്പോൾ ഘടകകക്ഷികളെന്ന് ആവശ്യപ്പെട്ടു AK ആന്റണി എന്ന മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി ആ സർക്കാരിൻ്റെ മധ്യയെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു വിഷയം നടക്കുമ്പോൾ കേരളത്തിൽ വളരെ വ്യക്തമായ ചില പ്രൊസീഡിങ്സ് ഉണ്ട്. ഈ പ്രൊസീഡിങ്സിൽ മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കേണ്ടത്? ഘടക കക്ഷികളാണെങ്കിൽ അത് വൻ അബദ്ധമാകുമെന്ന ഒരു സൂചന കൂടി ഇപ്പോൾ ഈ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന MLA-മാരടക്കം നേരിട്ട് നിരീക്ഷകരോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ദിരാ ഗ്യാരണ്ടി, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള നിരവധി ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചാണ്, പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതും അത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇച്ഛാശക്തിയുള്ള പിണറായി സർക്കാർ 6 ലക്ഷം കോടിയുടെ കടക്കണിയിലേക്ക് കൊണ്ടെത്തിച്ച കേരളത്തെ ആ കടക്കണിയിൽ നിന്നും പിടിച്ചുയർത്താൻ കെ സി വേണുഗോപാൽ എന്ന മാന്ത്രികന് മാത്രമേ കഴിയൂ എന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായി അറിയാം. 43 MLA-യുടെ പിന്തുണ ഉണ്ടെങ്കിൽ പിന്നെ മറ്റെന്ത് ആവശ്യം എന്നാണ് നിരീക്ഷകരും ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം രമേശ് ചെന്നിത്തലയോ VD സതീശനെയോ തള്ളിക്കളയുക, അകറ്റി നിർത്തുക എന്നതല്ല. ഇരുവർക്കും കോൺഗ്രസിൻ്റെ സുപ്രധാന വകുപ്പുകൾ തന്നെ ഉണ്ടാകും. വ്യവസായം, ധനകാര്യം, ആഭ്യന്തരം. അതിൽ ധനകാര്യമന്ത്രിയാണ് ഏറ്റവും ഉന്നതൻ. ആഭ്യന്തരമന്ത്രി സ്ഥാനവും ഒട്ടും പിന്നിലല്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനവും രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ കൊടുക്കാൻ അതിനും ഹൈക്കമാൻഡ് തയ്യാറാണ്. കാരണം കർണാടകയിലൊക്കെ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ പരീക്ഷിച്ച് അത് വിജയിച്ചതാണ്. മഹാരാഷ്ട്രയിൽ വിജയിച്ചതാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും വിജയിച്ചതാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റ് പാർട്ടികളെയൊക്കെ